ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. HSA സോഷ്യൽ സയൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി തയ്യാറാക്കിയ സിലബസ് ബേസ്ഡ് ക്ലാസ്സാണിത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ സിലബസിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1-ലെ രണ്ടാമത്തെ ടോപ്പിക്കാണിത്. ഒന്നാമത്തെ ടോപ്പിക്കായ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണണം. ഇത് രണ്ടാമത്തെ ടോപ്പിക്കായ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുന്നതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെയും മെസപ്പൊട്ടേമിയൻ സംസ്കാരവും ഹരപ്പൻ സംസ്കാരവും ഉണ്ട്. ഇതിൽ ഹരപ്പൻ സംസ്കാരമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ പറഞ്ഞ് വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വെങ്കലയുഗം എന്നറിയണ്ടേ? ശിലായുഗത്തിനും ഇരുമ്പ് യുഗത്തിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് പറയുന്നത്. മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാവോ? അത് ചെമ്പായിരുന്നു. മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ഈ ചെമ്പ് ഉപയോഗിച്ച് മനുഷ്യന് കാഠിന്യമുള്ള വസ്തുക്കളെന്നും കട്ടി കൂടിയ കഠിനമായിട്ടുള്ള വസ്തുക്കളെന്നും, അതായത് മരം മുറിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായി. മരം മുറിക്കുന്നത് വല്ലാണ്ട് കഠിനമായിട്ടുള്ള നല്ല ഹാർഡായിട്ട് ഇരിക്കുന്ന മണ്ണിനെ കുഴിച്ചെടുക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടെ ചെമ്പിനേക്കാളും കുറച്ചും കൂടെ കാഠിന്യമുള്ള ലോഹം കിട്ടിയാൽ ഇത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, വീണ്ടും കണ്ടെത്തുകയാണ്. അത് വെളുത്തീയം എന്നുള്ള ലോഹം കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ ചെമ്പും വെളുത്തീയും കൂടെ, വെളുത്തീയം എന്ന് പറഞ്ഞാൽ ലെഡ്, ഈ ചെമ്പും വെളുത്തീയും കൂടെ കൂട്ടി യോജിപ്പിച്ച് അവർ വെള്ളോട് അഥവാ വെങ്കലം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച കൂട്ടുലോഹമാണ് വെങ്കലം. ഈ വെങ്കല കാലഘട്ടത്തിലുണ്ടായ സംസ്കാരത്തെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഉണ്ടായിരുന്ന സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും അതുപോലെ തന്നെ ഹരപ്പൻ സംസ്കാരങ്ങളൊക്കെ. ഈ കാലഘട്ടത്തിൽ വെങ്കലം ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലുള്ള സംസ്കാരങ്ങളെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് ഓരോ നദികളുടെ തീരങ്ങളിലാണ്. അപ്പോൾ ആ നദികളുടെ തീരങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങളെ ആ നദിയുടെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വെങ്കലയുഗ സംസ്കാരം രൂപപ്പെട്ടത് സിന്ധു നദിയുടെ തീരങ്ങളിലാണ്. അതുകൊണ്ട് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. വെങ്കലയുഗ സംസ്കാരമാണ് അധികവും. എവിടെയാണ് വെങ്കലയുഗ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്? നദികളുടെ തീരങ്ങളിൽ. അവിടെയല്ലേ വെള്ളം കിട്ടാനുള്ളത്, അവർക്ക് താമസിക്കാനുള്ള, ഭക്ഷണം ഉണ്ടാക്കാനുള്ള, കൃഷി നടത്താനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് നദീതീരങ്ങളിലാണ്. അങ്ങനെ നദീതീരങ്ങളിലാണല്ലോ ആദ്യമായിട്ട് സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്തിയത്. നമ്മൾ പ്രാചീന ശിലായുഗമൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നദീതീരങ്ങളിലാണ് ഫസ്റ്റ് സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഇവരുടെ ആ സെറ്റിൽമെൻറ്റുകൾ പതിയെ പിന്നീട് എന്തായി മാറും, ഒരു സംസ്കാരമായി മാറുകയാണ് അവിടെ. അങ്ങനെ സിന്ധു നദീതട സംസ്കാരത്തിന് ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് ദ്രാവിഡരെയാണ്. ദ്രാവിഡർ എന്ന വിഭാഗക്കാരാണ് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഈ നമ്മുടെ ഇന്ത്യ എന്നുള്ള പേര് വന്നിട്ടുള്ളത് തന്നെ ഈ സിന്ധു എന്ന പേരിൽ നിന്നാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇൻഡസ് എന്ന പേര് വന്നിട്ടുള്ളത് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഇൻഡസ് എന്ന പേര് വന്നിട്ടുള്ളത് എന്ന് ചിലരുടെ അഭിപ്രായം. അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ള പേര് കിട്ടിയത്. സിന്ധു നദിയിൽ നിന്നാണ് ഇന്ത്യക്ക്, സിന്ധു നദിയുടെ വേറൊരു പേരാണ് ഇൻഡസ്. ആ ഇൻഡസിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് വന്നിട്ടുള്ളത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ ആണ്. അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് സർ ജോൺ മാർഷലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സർ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്നത്തെ രൂപത്തിൽ വന്നത്
നിലവിൽ വന്ന വർഷം 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്നത്തെ അവസ്ഥയിലായിട്ടുള്ളത്. അതിന് മുൻകൈ എടുത്ത ആൾ കേഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ തന്നെ മുൻകൈ എടുത്ത ആൾ നമ്മുടെ ഇന്ത്യ ഗവർണർ ജനറൽ ആയിട്ടുള്ള കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജന സമയത്തൊക്കെ ഉണ്ടായിരുന്ന കേഴ്സൺ പ്രഭു ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത്. ഇനി നമുക്ക് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. സിന്ധു നദീതട സംസ്കാരത്തിന് പേര് നൽകിയത് സർ ജോൺ മാർഷലാണ്. അതിനെന്തെല്ലാമായിരുന്നു പ്രത്യേകതകൾ? നഗരാസൂത്രണവും നഗരവൽക്കരണവും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ചുടുകട്ടകൾ കൊണ്ടുള്ള വീടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാ വീടിനോട് ചേർന്നും കിണറുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീടുകളിൽ നിന്നും അഴുക്ക് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഓട സംവിധാനം ഉണ്ടായിരുന്നു അവിടെ. നല്ല റോഡുകൾ, മികച്ച റോഡുകളായിരുന്നു. റോഡുകളെല്ലാം നിർമ്മിച്ചിരുന്നത് മട്ടകോണാകൃതിയിലായിരുന്നു. അതുപോലെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഇവർ ആഭരണം അണിഞ്ഞിരുന്നു എന്നുള്ളതിനാണ് അണിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഇവർ ഉപയോഗിച്ചിരുന്നത് സ്വർണവും വെള്ളിയും കൂടിയ ഒരു സങ്കരമായിരുന്ന ഇലക്ട്രം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സങ്കരമായിട്ടുള്ള ഇലക്ട്രം എന്ന ലോഹമായിരുന്നു ഇവർ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഈ സിന്ധു നദീതട സംസ്കാരങ്ങൾക്ക് അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ കുശവൻ്റെ ചക്രത്തെക്കുറിച്ചിട്ട് ഇവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. കുശവൻ്റെ ചക്രം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് നമ്മൾ പറയുന്നത്. മെസപ്പൊട്ടോമിയയിലേക്ക് ഇത് നല്ലോണം ഉപയോഗിച്ചതിൻ്റെ തെളിവുകളൊക്കെ കാണാനുണ്ട്. നമ്മൾ ആ ഭാഗം പറയുന്ന സമയത്ത് കൂടുതൽ പറയാം. സിന്ധു നദീതട നിവാസികൾ 16 അതിൻ്റെ ഗുണിതങ്ങളും ആയിരുന്നു അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംഖ്യ. അതുപോലെ തന്നെ ഇവിടെ പ്രതിമ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ടെറാക്കോട്ട എന്ന് പറയുന്ന ഒരു ടെറാക്കോട്ടയാണ് ഉപയോഗിച്ചിരുന്നത്. അതൊരു മിശ്രിതമാണ്. ആ ടെറാക്കോട്ടയായിരുന്നു ഇവർ പ്രതിമ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യമായി ഖനനം നടത്തിയത് ഹരപ്പയിലായിരുന്നു. ഹരപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഈ സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാളയായിരുന്നു. അതുപോലെ തന്നെ അവർ ഇണക്കി വളർത്തിയിരുന്നത് നായയെ ഇണക്കി വളർത്തിയിരുന്നു. അവർക്ക് ഒട്ടും അറിയാത്തൊരു മൃഗമായിരുന്നു കുതിര എന്ന് പറയുന്നത്. ഈ ഹരപ്പൻ സംസ്കാരത്തെ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം നശിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ആര്യന്മാർ, കുതിരപ്പുറത്ത് വന്ന ആര്യന്മാർ ഇവരെ ആക്രമിച്ചു എന്നുണ്ട് ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒട്ടും അറിയാത്ത മൃഗം എന്ന് പറയുന്നത് കുതിരയായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് അറിയാത്തൊരു ലോഹം എന്ന് പറയുന്ന ഇരുമ്പ്. അതിൽ എടുത്ത് പറയുന്നത് വെച്ചാൽ കുതിരപ്പുറത്ത് ഇരുമ്പായുധങ്ങളുമായിട്ട് വന്ന ആര്യന്മാരാണ് സിന്ധു നദീതട സംസ്കാരത്തിന് നാശം വരുത്തിയത് എന്ന് പറയുന്നൊരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിവില്ലാത്ത മൃഗം കുതിരയും അറിവില്ലാത്ത ലോഹം എന്തായിരുന്നു? ഇരുമ്പുമായിരുന്നു. അവരുപയോഗിച്ചിരുന്ന എന്തായിരുന്നു? അവർ വെങ്കലമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വെങ്കലയുഗ സംസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വെങ്കലത്തെക്കുറിച്ചിട്ടേ അറിയുള്ളൂ, ഇരുമ്പിനെ കുറിച്ചിട്ട് അറിവില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തികളെ കുറിച്ചിട്ടാണ്. നമ്മളൊന്ന് പറഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൃഗമായിരുന്നു കാള എന്ന്. അതിന് പുറമെ അവർ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു. അതുപോലെ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. പ്രത്യേകിച്ച് തീയിനെയൊക്കെ ആരാധിച്ചിരുന്നു. അതിന് പുറമെ അവർ മാതൃദേവതയും പശുപതി മഹാദേവനും അവനെയും ആരാധിച്ചിരുന്നു. മാതൃദേവത എന്ന് പറഞ്ഞൊരു ദേവതയുണ്ടായിരുന്നു. മാതൃദേവതയെ ആരാധിച്ചിരുന്നു. അതുപോലെ പശുപതി മഹാദേവനെയും ആരാധിച്ചിരുന്നു. പിന്നെ പ്രകൃതി ശക്തികളായിട്ടുള്ള തീനെ ആരാധിച്ചിരുന്നു. വൃക്ഷരൂപങ്ങളെ ആരാധിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ മനുഷ്യനും മൃഗവും ചേർന്ന ഒരു യൂണിക്കോൺ എന്ന ഒരു പ്രത്യേക രൂപത്തെ അവർ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അപ്പോൾ എവിടെ വരെ ഇത് വ്യാപിച്ചിരുന്നു, ഇന്ത്യയിൽ എവിടേക്ക് വ്യാപിച്ചിരുന്നു എന്നൊക്കെയാണ് നമ്മളിനി നോക്കുന്നത്. ഇന്ത്യയുടെ പുറത്ത് എവിടേക്കൊക്കെ വ്യാപിച്ചിരുന്നു, ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ വരെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളിനി പറയാൻ പോണത്. പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിലാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ
പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലുള്ള സ്ഥലമാണ് ധോലവീര. ഇന്ത്യയിലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ധോലവീര സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഗാവോ നദിക്കരയിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ വെച്ചാൽ പാകിസ്ഥാനിലെ മോണ്ടുഗോമറി ജില്ലയിലെ ഹരപ്പ സ്ഥിതി ചെയ്യുന്നു, പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നു, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ധോലവീര സ്ഥിതി ചെയ്യുന്നു, ബഗാവോ നദിക്കരയിൽ ലോത്തൽ സ്ഥിതി ചെയ്യുന്നു. കാലിബംഗൻ കണ്ടെത്തിയത് രാജസ്ഥാനിൽ നിന്നാണ്. അതുപോലെ ജമ്മുവിലെ മാണ്ഡ, ഏറ്റവും വടക്ക് ഭാഗത്തുള്ളത് ജമ്മുവിലെ മാണ്ഡയാണ്. ഏറ്റവും തെക്ക് മഹാരാഷ്ട്രയിലെ ദൈമാബാദ് വരെ ഈ ഹരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാന് പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ വടക്ക് ഭാഗത്താണെങ്കിൽ ജമ്മു കാശ്മീരിലെ മാണ്ഡ, തെക്ക് ഭാഗത്ത് ദൈമാബാദ്, മഹാരാഷ്ട്ര വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംസ്കാരമായിരുന്നു, വലിയൊരു സംസ്കാരമായിരുന്നു ഈ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി എപ്രകാരമാണ് ഈ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? 1856 മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ പാത നിർമ്മിക്കാൻ ബ്രിട്ടൻ സഹോദരന്മാർക്ക് ചുമതല നൽകി. അപ്പോൾ അവിടെ ഈ റെയിൽവേ പാത നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇടയിലിടാൻ വേണ്ടിയിട്ട് അവർ അടുത്തുള്ള ഭാഗത്തുനിന്ന് കല്ല് പെറുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയത് ഇഷ്ടികയായിരുന്നു. അവരതൊന്നും ശ്രദ്ധിക്കാതെ ഇഷ്ടിക കല്ലുകൾ കൊടുന്നിട്ട് എന്ത് ചെയ്തു, അവിടെ എല്ലാം റെഡിയാക്കി. അങ്ങനെ റെയിൽവേ പാത ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാരുടെ കണ്ണിലും കേഴ്സൺ പ്രഭുവിൻ്റെ ഒക്കെ സമയത്ത് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടു. അങ്ങനെ ആ സമയത്ത് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നും എന്താണ് ഇതിൻ്റെ ഇത് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ കേഴ്സൺ പ്രഭു സ്ഥാപിച്ചു. 1861 അത് സ്ഥാപിച്ചത്. എന്നിട്ടും കുറേ കാലം കഴിഞ്ഞ് 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദയാറാം സാഹ്നി ഹരപ്പയിൽ ഖനനം നടത്തി. 1921 തന്നെ ഹരപ്പയിൽ ഖനനം നടത്തിയത് ദയാറാം സാഹ്നിയാണ്. അദ്ദേഹം അവിടെ ഖനനം നടത്തുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഈ ഹരപ്പ നിലനിന്നിരുന്നത് രവി നദിയുടെ തീരത്തായിരുന്നു. അന്നത്തെ കാലത്ത് ഋഗ്വേദത്തിൽ അറിയപ്പെടുന്ന പരിഷ്ണി എന്നാണ് ഇത്. അതുപോലെ ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കുന്നത് ഹരപ്പയാണെന്നാണ് പറയുന്നത്. ഇനി സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും ഇന്ന് നിലവിലില്ലാത്തതുമായ ഒരു നദിയുണ്ട്, അതാണ് സരസ്വതി. സരസ്വതി നദി ഗതിമാറിപ്പോയതാണ്. സരസ്വതി നദി ഭൂമിയുടെ അടിയിലൂടെ ഇന്നും ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് ഗതിമാറിപ്പോയതാണ് ഈ സംസ്കാരം നശിക്കാൻ കാരണം എന്നും ഒരു അഭിപ്രായമുണ്ട്. ഈ ഹരപ്പൻ ജനതയുടെ എഴുത്തുലിപി അറിയപ്പെടുന്നത് ചിത്രലിപിയാണ്. ഇനി മെസപ്പൊട്ടോമിയക്കാർ ഈ ഹരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നായിരുന്നു. അതുപോലെ ഇവരുടെ എഴുത്തുവിദ്യ, ചിത്രലിപി എന്ന് പറഞ്ഞല്ലോ, ചിത്രലിപിയാണ് അവരുടെ എഴുത്തുവിദ്യ. ഇത് അറിയപ്പെട്ടിരുന്നത് ബോസ്ട്രോഫിഡൻ എന്നായിരുന്നു. ഇവരുടെ ലിപിയായിട്ടുള്ള ചിത്രലിപി അറിയപ്പെട്ടിരുന്നത് ബോസ്ട്രോഫിഡൻ എന്നാണ്. ഇവർ കല്ലുകൾ കൊണ്ട് മുദ്രകൾ നിർമ്മിച്ചിരുന്നു. അതിന് മുദ്ര നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലുകളായിരുന്നു സ്റ്റിയറൈറ്റ്. മുദ്ര നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളാണ് സ്റ്റിയറൈറ്റ്. അതുപോലെ തീ പടർന്നതിനെ തുടർന്ന് നശിച്ചു പോയ നഗരമായിട്ടാണ് കോർത്തിജിയെ പറയുന്നത്. ഇനി നമ്മുടെ ഹരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളായിരുന്നു ഗോതമ്പും ബാർലി ആയിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ. ഇത് കൃഷി ചെയ്തിട്ടായിരുന്നു അവർ കഴിഞ്ഞപ്പോൾ അവർ കൃഷി ചെയ്യാനും തുടങ്ങിയിരുന്നു. ഇനി മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തതിന് തെളിവ് ലഭിച്ചത് ഹരപ്പയിൽ നിന്നാണ്. ഇനി പല സ്ഥലങ്ങളിൽ നിന്നും പല തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് ഹരപ്പയിൽ നിന്നാണ്. അതുപോലെ ഈ ഹരപ്പയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2 നിര വീതമുള്ള 6 ധാന്യപ്പുരകൾ. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. 6 ധാന്യപ്പുരയുണ്ട്, 2 നിര വീതമുള്ള 6 ധാന്യപ്പുരകളുണ്ട്, എച്ച് മാതൃകയിലുള്ള സെമിത്തേരി ഉണ്ട്, ചുട്ടെടുത്ത അടുപ്പുകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഖനനം ചെയ്തപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഹരപ്പയിൽ നിന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്.
ഇനി സിന്ധു നദീതട സംസ്കാരം ഖനനം ചെയ്തപ്പോൾ രണ്ടാമതായി കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജദാരോ. ആദ്യം നമ്മൾ കണ്ടെത്തിയത് ഹരപ്പയിലാണ്. അങ്ങനെ ആ പേരിലാണ് ഈ ഹരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജദാരോ. ഈ മോഹൻജദാരോ ഖനനം നടത്തിയത് R.D. ബാനർജി ആയിരുന്നു. 1922 R.D. ബാനർജിയാണ് ഈ മോഹൻജദാരോയെ ഖനനം നടത്തിയത്. ഇതിന് മരിച്ചവരുടെ മല എന്നാണ്, മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്നതാണ് മോഹൻജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ നഗരം എന്നാണ് മോഹൻജദാരോ അറിയപ്പെടുന്നത്. കൊട്ടാര സാമ്യമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നഗരമാണിത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു കൊട്ടാര സാമ്യമുള്ള ക്ഷേത്രങ്ങളുള്ള നഗരമായിരുന്നു മോഹൻജദാരോ. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്നത് മോഹൻജദാരോയാണ്. വെള്ളപ്പൊക്കത്താൽ നശിച്ച നഗരം എന്നറിയപ്പെടുന്നത് മോഹൻജദാരോയാണ്. മോഹൻജദാരോയുടെ മറ്റ് പ്രത്യേകതകളാണ് ഇഷ്ടിക പാകിയ വഴികളായിരുന്നു മോഹൻജദാരോയിൽ ഉണ്ടായിരുന്നത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങൾ ഇവിടെ മോഹൻജദാരോയിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണും എന്നാണ് പറഞ്ഞു കേട്ടോ. അതുപോലെ വ്യക്തമായ അഴുക്കുചാൽ സംവിധാനമുണ്ടായിരുന്ന നഗരവും കൂടിയാണ് മോഹൻജദാരോ എന്ന് പറഞ്ഞത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുളക്കടവാണ്. വലിയൊരു കുളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വലിയൊരു കുളത്തിൻ്റെ അവശിഷ്ടം കാണപ്പെടുന്നത് എവിടെയാണ്? ഈ മോഹൻജദാരോയിലാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്ര മാതൃകകൾ കാണാൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ അവശിഷ്ടങ്ങളും കാണാൻ കഴിഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുളക്കടവ്. കുളക്കടവ് മറക്കരുത്. കുളക്കടവ് ഏറ്റവും ഗ്രേറ്റ് ബാത്ത് എന്ന് പറയും കുളക്കടവ് മോഹൻജദാരോയിലാണുള്ളത്. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന മോഹൻജദാരോയിലാണ് ഏറ്റവും വലിയ കുളം, വലിയൊരു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയും. വലിയ കുളം ഉള്ളത് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. ഇതുകൂടാതെ ഇവിടുന്ന് ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുണ്ട്. ധാന്യപ്പുരകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരു താടിക്കാരൻ്റെ, ഇവിടുത്തെ പുരോഹിതനാണെന്ന് തോന്നിക്കുന്ന ഒരു താടിക്കാരൻ്റെ പ്രതിമ മോഹൻജദാരോയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു അസംബ്ലി ഹാള് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, ചെമ്പ് പ്രതിമ ഉണ്ട്, മണ്ണ് പ്രതിമ ഉണ്ട്, എല്ലാ പ്രതിമയുണ്ട്. ഇവിടെ പറയുന്നത് വെങ്കലയുഗമാണല്ലോ. അപ്പോൾ രണ്ടാമത് കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജദാരോ. അവിടുന്ന് വെങ്കലത്തിൻ്റെ പ്രതിമയാണ്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമയാണ് ഉള്ളത്. ഇനി പശുപതി മഹാദേവൻ്റെ മുദ്ര, നമ്മൾ പറഞ്ഞു പശുപതി മഹാദേവനെ അവർ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊരു മുദ്രയുണ്ടായിരുന്നു. മുദ്ര ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഓർമ്മയുണ്ടല്ലോ, കല്ലിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മുദ്രയും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ മറ്റൊരു പ്രദേശമാണ് സുത്കഗൽഡോർ. R.L. സ്റ്റെയിൻ 1927 ഈ സുത്കഗൽഡോർ കണ്ടെത്തിയത്. ഇത് ബലൂചിസ്ഥാനിലെ ദസ്ത നദീതീരത്താണ് ശരിക്ക് നിലനിൽക്കുന്നത്. ബലൂചിസ്ഥാനിലാണിത്. അവിടുന്ന് മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകം ലഭിച്ചിട്ടുള്ളത് ബലൂചിസ്ഥാനിലെ സുത്കഗൽഡോർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇതൊരു തുറമുഖ നഗരമാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ്, ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, തുറമുഖ നഗരമാണ്. വേറൊരു തുറമുഖ നഗരം ഇന്ത്യയിലുണ്ട്. ഇത് ബലൂചിസ്ഥാനിലുള്ള തുറമുഖ നഗരമാണ് സുത്കഗൽഡോർ എന്ന് പറയുന്നത്. മെസപ്പൊട്ടോമിയയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു ഒരു നഗരം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്ന ഒരു നഗരം തന്നെയാണ് സുത്കഗൽഡോർ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രദേശമാണ് ലോത്തൽ. അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഒരു തുറമുഖ നഗരമാണ് ലോത്തൽ. ഇവിടെ ഈ ലോത്തലിൽ നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശമാണ്. നെല്ലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് ലോത്തലിൽ നിന്ന്. അതുപോലെ തന്നെ സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് അടക്കം ചെയ്തതിൻ്റെ തെളിവും ലഭിച്ചിട്ടുള്ളത് ലോത്തലിൽ നിന്നാണ്. അതിൻ്റെ ലോത്തലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് തുറമുഖ നഗരം എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണെങ്കിൽ അത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കൂടുതൽ പ്രദേശങ്ങൾ എവിടെയാണുള്ളത്? ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഇനി ലോത്തൽ കണ്ടെത്തിയത് S.R. റാവു 1957
SR റാവു 1957 ലോത്തലിനെ കണ്ടെത്തിയത്. ഇവിടുന്ന് എന്തെല്ലാം അവശിഷ്ടങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ചെസ് ബോർഡിൻ്റെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്, കൂട്ട ശവമടക്കിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ബട്ടൺ മുദ്ര ലഭിച്ചിട്ടുണ്ട്, ചെമ്പിൽ നിർമ്മിച്ച നായ, മറ്റേ നമ്മൾ പറഞ്ഞു വെങ്കലത്തിലാണ് പ്രതിമ ഉണ്ടായത്, ഇത് ചെമ്പിൽ നിർമ്മിച്ച നായ ലഭിച്ചത് ലോത്തിൽ നിന്നാണ്. ഇവിടെ പിന്നെ മാലിന്യ സംസ്കരണ ഫാക്ടറി ഉണ്ടായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ മറ്റൊരു പ്രദേശമാണ് ചാൻഹുദാരോ. ഏറ്റവും ചെറിയ ഹരപ്പൻ നഗരം എന്നാണ് ചാൻഹുദാരോ അറിയപ്പെടുന്നത്. സിറ്റാഡിൽ കാണപ്പെടാത്ത ഒരേ ഒരു നഗരം കണ്ടെത്തിയതിൽ സിറ്റാഡിൽ കാണപ്പെടാത്ത ഒരു നഗരമാണ് ചാൻഹുദാരോ എന്ന് പറയുന്നത്. ഇവിടെ മുത്ത് നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോഹ ഫാക്ടറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്ത് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ചാൻഹുദാരോയാണ്. ഇവിടെ ഈ ചാൻഹുദാര കണ്ടെത്തിയത് MG മജുംദാർ ആണ്. 1931 MG മജുംദാറാണ് ചാൻഹുദാരോ കണ്ടെത്തിയത്. ചാൻഹുദാരയിൽ മുത്ത് നിർമ്മാണ ഫാക്ടറി ഉണ്ട്, ലോഹ നിർമ്മാണ ഫാക്ടറി ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സിറ്റാഡിൽ കാണപ്പെടാത്ത നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ചാൻഹുദാരോയാണ്. അതുപോലെ ഏറ്റവും ചെറിയ നഗരവും ചാൻഹുദാരോയാണ്. അടുത്തൊരു പ്രദേശമാണ് കാലിബംഗൻ. ഒട്ടകത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയ സൈന്ധവ പ്രദേശമാണ് കാലിബംഗൻ. ഇവിടെ തടി കൊണ്ട് നിർമ്മിച്ച ഓടകളായിരുന്നു. ഇവിടുത്തെ ഓട സംവിധാനം എങ്ങനെയായിരുന്നു? തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനമായിരുന്നു കാലിബംഗനിലുണ്ടായിരുന്നത്. ഈ കാലിബംഗനിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വീടുകളോട് ചേർന്നും കിണറുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ കാലിബംഗൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം കറുത്ത വളകൾ എന്നാണ്. കാലിബംഗൻ എന്നാൽ കറുത്ത വളകൾ എന്നാണ്. അതുപോലെ തന്നെ തടി കൊണ്ടുള്ള ഓട സംവിധാനം ഉണ്ടായിരുന്ന ഹൈന്ദവ ഹരപ്പൻ സംസ്കാര പ്രദേശമാണ്. ഗഗ്ഗർ നദിയിലെ വരൾച്ച മൂലം നശിച്ച നഗരമാണ് നമ്മുടെ കാലിബംഗൻ എന്ന് പറയുന്നത്. കണ്ടെത്തിയത് A. ഘോഷ്. 1953 A. ഘോഷാണ് കാലിബംഗൻ കണ്ടെത്തിയത്. ഇവിടെ ഉഴവുചാൽ പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീ അൾത്താരകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. കാലിബംഗനിൽ നിന്നും ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊരു ഹരപ്പൻ സംസ്കാര കേന്ദ്രമാണ് രൂപാർ. മനുഷ്യനോടൊപ്പം നായയെ അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച ഒരു പ്രദേശമാണ് രൂപാർ എന്ന് പറയുന്നത്. ഈ രൂപാർ കണ്ടെത്തിയത് YD ശർമ്മ 1955 രൂപാർ ഇന്ത്യയിലെ പഞ്ചാബിലാണ് രൂപാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ചെമ്പിൽ തീർത്ത മഴുവിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രൂപാറിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ്? ചെമ്പിൽ തീർത്ത മഴുവിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. രൂപാർ പഞ്ചാബിലാണ്. അത് പഞ്ചാബിലാണ്. ഇവിടുന്ന് വേറെ എന്ത് തെളിവാണ് ലഭിച്ചത്? മനുഷ്യനോടൊപ്പം നായയെ അടക്കം ചെയ്തതിൻ്റെ തെളിവ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു ഹരപ്പൻ സംസ്കാര പ്രദേശമാണ് ധോലവീര. നഗരത്തെ ചുറ്റി കോട്ടകളും സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്ന നഗരമാണ് ധോലവീര എന്ന് പറയുന്നത്. ഇവിടെ ഏകീകൃതമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ ധോലവീര കണ്ടെത്തിയത് RS ബിഷ്ട് 1990 ധോലവീര കണ്ടെത്തിയത് RS ബിഷ്ട് 1990. ഇവിടെ പ്രത്യേകത എന്താണ്? ഏകീകൃതമായ ജലസേചന സൗകര്യം ഉണ്ടായിരുന്നു എന്നതാണ്. ഈ ഹരപ്പൻ സംസ്കാരം നശിക്കാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പറഞ്ഞു. വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് നദീതീരങ്ങളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നദീതീരങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങളുടെ നാശത്തിന് പ്രധാന കാരണം എന്ത് തന്നെയായിരിക്കും? നദികൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ നദികളിലുണ്ടായ വെള്ളപ്പൊക്കമാണ്. ഒന്നിരിക്കെ വെള്ളപ്പൊക്കമാവാം, അല്ലെങ്കിൽ വെള്ളമില്ലായ്മയാവാം. എന്തായാലും നദികളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ നഗരങ്ങളെല്ലാം നശിച്ചു പോയത്. അപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ടിവിടെ പറയുന്നത് വെള്ളപ്പൊക്കമാണ്. രണ്ടാമത് കാലാവസ്ഥാ വ്യതിയാനം. അതും ഇതുപോലെ തന്നെ ഒന്നിരിക്കെ വെള്ളപ്പൊക്കമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം, ഇല്ലെങ്കിൽ വരൾച്ച വന്നതാവാം, വെള്ളം കിട്ടാത്ത അവസ്ഥയാവാം. നമ്മൾ പറഞ്ഞു സിന്ധു നദിയെല്ലാം ഗതി മാറിപ്പോയി എന്നതുകൊണ്ട് നശിച്ചു എന്ന് പറയുന്നുണ്ട്. സിന്ധു നദി ഗതി മാറി, അപ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച വന്നതായിരിക്കും. പിന്നെ പാരിസ്ഥിതിക ഘടകങ്ങളാവാം,
മറ്റൊന്ന് വാണിജ്യ ഘടകങ്ങൾ. അതിനൊക്കെ പുറമെ വേറൊരാൾ പറയുന്നത് മോർട്ടിമർ വീലർ പറയുന്നത് ആര്യന്മാരുടെ വരവാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് മോർട്ടിമർ വീലറാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, ആര്യന്മാരുടെ കൈകളിൽ കുതിരയും ഉണ്ടായിരുന്നു, ഇരുമ്പ് ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇരുമ്പ് ആയുധങ്ങളുമായിട്ട് കുതിരപ്പുറത്ത് വന്ന ആര്യന്മാരാണ് പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് GF ഡെൽസ. അതുപോലെ തന്നെ സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് ഈ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് സർ ജോൺ മാർഷൽ, മക്കേ, ലാബ്രിക്ക് തുടങ്ങിയവരെല്ലാം പറഞ്ഞു വെച്ചാൽ സിന്ധു നദി വഴിമാറിപ്പോയതാണ്. സിന്ധു നദീതട സംസ്കാരമാണല്ലോ, അപ്പോൾ സിന്ധു നദി വഴിമാറിപ്പോയത് കൊണ്ടാണ് ഈ സംസ്കാരം നശിച്ചത് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ഓരോ കേന്ദ്രങ്ങൾ, ഹരപ്പൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളും അവ ഓരോ നദീതീരങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ നദീതീരങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ്. അത് പറയുന്നത് ഹരപ്പ, രവി നദിയുടെ തീരത്താണ് ഹരപ്പ നിലനിൽക്കുന്നത്. ചാൻഹുദാരോ സിന്ധു നദിയുടെ തീരത്താണ്. മോഹൻജദാരോയും കോഡ്ജിയും സിന്ധു നദിയുടെ തീരത്താണ്. അപ്പം നമ്മൾ പറഞ്ഞ് ഹരപ്പ രവി നദിയുടെ തീരത്ത്, മോഹൻജദാരോ, ചാൻഹുദാരോ, കോഡ്ജി എന്നിവ സിന്ധു നദിയുടെ തീരത്ത്. സരസ്വതി നദിയുടെ തീരത്താണ് കാലിബംഗൻ. സരസ്വതി നദി, ലാഹോറിലെ സരസ്വതി നദിയുടെ തീരത്താണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബൻവാലി സരസ്വതി നദിയുടെ തീരത്താണ്. ലോത്തൽ സബർമതി നദിയുടെയും ബഗാവ നദിയുടെയും സംഗമ തീരങ്ങളിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ അടുത്ത ക്ലാസ്സിൽ കാണാം.